ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാം സ്പേസ്. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമല്ലോ. നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കണം. ഇന്നത്തെ വീഡിയോയിൽ ലഞ്ച് പ്രിപ്പറേഷനും ഈവനിങ് സ്നാക്കും വൈകുന്നേരം പുറത്ത് പോയിട്ടൊക്കെ ഉള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് എല്ലാവരും കണ്ടോക്കും. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യം ബെഡ്റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടാണ്, ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് വൃത്തിയാക്കി ഇടുകയാണ്. പിന്നെ ഡ്രസ്സ് കുറച്ച് വാഷ് ചെയ്യാനുണ്ട്, അതൊക്കെ ഒന്ന് മെഷീനിലിട്ട് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാണ്. അപ്പോൾ ലഞ്ച് ഉണ്ടാക്കാൻ പോണേക്ക് മുന്നേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു വെക്കുകയാണ്. ഇനിയിപ്പോൾ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരി കുക്കറിലിട്ടുണ്ട്. പിന്നെ ഇനി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ആദ്യമേ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പുറത്ത് വെക്കുന്നുണ്ട്. നമുക്ക് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ആദ്യം തന്നെ എടുത്ത് എല്ലാ സാധനങ്ങളും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് പുറത്ത് വെക്കുക കേട്ടോ. എന്ത് ഡിഷാണോ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നമ്മുടെ അടുത്ത് തന്നെ വെക്കുക. ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇങ്ങനെ ഫ്രിഡ്ജ് തുറക്കാണ്ട്, അപ്പോൾ പെട്ടെന്ന് നമുക്ക് പണി തീരും. ഇതിപ്പോൾ ചെമ്മീൻ ക്ലീനാക്കി വെക്കുകയാണ് കേട്ടോ. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചെമ്മീൻ ക്ലീനാക്കി കഴിഞ്ഞപ്പോഴത്തേന് ചോറൊക്കെ വെന്ത്, അപ്പോൾ അതും ഊറ്റി വെച്ച് ചെമ്മീൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. ആദ്യം തന്നെ ചെമ്മീൻ മസാല പുരട്ടി വെക്കുക. അപ്പോൾ കുറച്ച് നേരം മസാലയൊക്കെ പുരട്ടി വെച്ചാലാണല്ലോ അതിൽ എല്ലാം ഉപ്പും കാര്യങ്ങളൊക്കെ നന്നായി പിടിക്കുള്ളൂ. അപ്പോൾ അത് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കുറച്ച് മമ്പയറാണ്. ഇത് നമുക്ക് തോരൻ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വേവിച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ രസം വെക്കാൻ വേണ്ടിയിട്ട് ചുവന്നുള്ളി, വെളുത്തുള്ളി, കുരുമുളക്, നല്ല ജീരകം ഇതൊക്കെ കൂടി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി നോക്കുമ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ഫില്ലാക്കി വെക്കുന്നുണ്ട്. രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഇട്ട് അതിൽ കടുക്, ഉലുവ, വറ്റൽമുളക്, വേപ്പില, പിന്നെ ചതച്ച് വെച്ച വെളുത്തുള്ളി, ചുവന്നുള്ളി അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് നന്നായി വഴറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പും പൊടികളും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റി കൊടുത്ത് 2 പച്ചമുളകും കട്ട് ചെയ്തിട്ട് പുളിയും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അത് നന്നായി തിളച്ച് കുക്കാവാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇതിപ്പോൾ തോരനുണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായാൽ കടുക് പൊട്ടിച്ചിട്ട് വെളുത്തുള്ളി, ചുവന്നുള്ളി, വറ്റൽമുളകൊക്കെ ചതച്ചതും പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി മൂപ്പിച്ച് വേവിച്ച പയർ അതിൽ ഇട്ട് ഒന്ന് നന്നായി മിക്സാക്കി പിന്നെ കുറച്ച് തേങ്ങയും കൂടി ചതച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ തോരൻ റെഡിയായി. അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതേ പാനിൽ തന്നെ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ കുറച്ച് വേപ്പിൻ്റെ ഇല, പിന്നെ കുറച്ച് പെരിഞ്ചീരകം കൂടി ഇട്ടിട്ട് പിന്നെ നമ്മൾ ചെമ്മീനും ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് പപ്പടം കൂടി പൊരിച്ചെടുക്കുന്നുണ്ട്. പപ്പടം മോന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചോറിലൊക്കെ എന്തായാലും ഇവിടെ പപ്പടം നിർബന്ധമാണ്. ചെമ്മീനൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ചെമ്മീനിൻ്റെ തല ഉണ്ടല്ലോ, അത് മസാലയ്ക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ പൊരിച്ചെടുക്കുകയാണ്. നല്ല ടേസ്റ്റാണ് ചെമ്മീനിൻ്റെ തല വറുത്ത് കഴിക്കാൻ. ഇനിയിപ്പോൾ അത്യാവശ്യം പാത്രങ്ങളൊക്കെ പരന്നുണ്ട്. അതൊക്കെ ഒന്ന് കഴുകി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിടണം. പാത്രങ്ങൾ കഴുകുക എന്ന് പറയുന്നത് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ്.
പിന്നെ ഇപ്പം അത് എന്തായാലും കഴുകാണ്ട് പറ്റില്ല. കുക്ക് ചെയ്യണേക്കാളും ബുദ്ധിമുട്ടാണ് പാത്രങ്ങൾ കഴുകുക എന്ന് പറയുന്നത്. കുക്കിങ്ങൊക്കെ അങ്ങനെ ഒരു താളത്തിൽ പോവും. ഇനിയിപ്പോൾ സ്റ്റവൊക്കെ ഒന്ന് നന്നായി ക്ലീനാക്കി എടുക്കണം. മീനൊക്കെ പൊരിക്കണ കാരണം എണ്ണയൊക്കെ നന്നായി തെറിക്കും, പിന്നെ നന്നായി സ്മെല്ലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു ക്ലീനിങ് സൊല്യൂഷനൊക്കെ സ്പ്രേ ചെയ്ത് സ്റ്റവും ചുമരും ഒക്കെ നന്നായി തുടച്ച് വൃത്തിയാക്കി വെക്കുന്നുണ്ട്. കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ UAE നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല ദാഹവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് റീഫ്രഷ് ആവാൻ വേണ്ടി ഒരു മുസമ്പിയൊക്കെ എടുത്തിട്ട് മുറിച്ച് കഴിക്കുകയാണ്. പിന്നെ നമ്മൾ നന്നായി ഇതിൻ്റെ ഇടയിൽ പണികളുടെ ഇടയിൽ വെള്ളവും ഒക്കെ കുടിക്കും. എന്നാലും എന്തെങ്കിലും ഫ്രൂട്ട്സും ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കണത് നല്ലതാണ്. പിന്നെ ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഇതിപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ചായക്ക് എഗ് പപ്സ് ഉണ്ടാക്കാനാണ്. അപ്പോൾ അതിൻ്റെ മസാല ഒക്കെ ഞാൻ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചില ദിവസങ്ങളിലൊക്കെ മക്കൾക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു 4 മണി പലഹാരം ഉണ്ടാക്കും. എല്ലാ ദിവസവും ഒന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. ചില ദിവസങ്ങളിലൊക്കെ മക്കൾക്ക് അതൊരു സന്തോഷമാണല്ലോ. പപ്സ് ഓവനിൽ ഒരു 150 ഡിഗ്രിയിൽ 25 മിനിറ്റൊക്കെ വെച്ചാൽ മതി. ഒരു 10 മിനിറ്റ് ഓവന് ആദ്യം തന്നെ പ്രീ ഹീറ്റാക്കി വെക്കുക. എന്നിട്ട് ഒരു 25 മിനിറ്റ് വെച്ചാൽ തന്നെ പപ്സ് റെഡിയായി കിട്ടും. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ റെസിപ്പി വീഡിയോ ചെയ്യാം. പിന്നെ വാഷ് ചെയ്ത തുണികളൊക്കെ ഒന്ന് ബാൽക്കണിയിൽ കൊണ്ടിടുകയാണ്. ഇവിടെ നല്ല ചൂടായതുകൊണ്ട് തന്നെ രാവിലൊന്നും അങ്ങനെ ബാൽക്കണിയിലേക്ക് ഇറങ്ങാൻ പറ്റണില്ല. ഇതിപ്പോൾ ഒരു 5 മണി ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് കുറച്ചൊരു ചൂട് കുറവുണ്ടാവും. അപ്പോൾ ഇപ്പോഴാണ് തുണികളൊക്കെ ഒന്ന് പുറത്തിടണത്. നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് പിന്നെ ചായയൊക്കെ കുടിച്ചിട്ടോ. ഇതിപ്പം മഗ്‌രിബൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടി ഒന്ന് പുറത്തിറങ്ങിയിട്ടോ. കുട്ടികൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഡെയിലി ഇടാനുള്ള, ഡെയിലി വെയറിനുള്ള ഡ്രസ്സുകളൊക്കെ ഒന്ന് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അജ്മാനിൽ ഡേ ടു ഡേയിലേക്ക് പോവുകയാണ്. അവിടുന്ന് മക്കൾക്ക് ആവശ്യമുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു കേട്ടോ. പിന്നെ അവിടെ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട് കേട്ടോ, ഡ്രസ്സിൻ്റെയും ചെരുപ്പിൻ്റെ ഒക്കെ. പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി അജ്മാനിൽ തന്നെയുള്ള പാനൂര് റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. അവിടെ പല ഫ്ലേവറിലുള്ള സിപ്പപ്പും കോലൈസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ.